മന്ത്രിയുടെ വണ്ടി ഇതേപോലെ നിർത്തിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ആ പിറകെ നിൽക്കുന്ന പോലീസുകാർ അതേപോലെ കൈയും കെട്ടി നോക്കി നിൽക്കുമോ? ഇല്ല, നോക്കി നിൽക്കില്ല. ഹലോ, ഹായ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഹർത്താലിന്റെ പേരിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നാണോ? ഞാനൊരു വിഷ്വൽസ് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കോ ഇത് ഹർത്താലാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം. അതിനു മുമ്പായി ഹർത്താൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹർത്താൽ എന്ന് പറയുന്നത് സമാധാനപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹർത്താൽ എന്ന് പറയുന്നത്. ഇതിൽ ആളുകൾ പങ്കെടുക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം, അതായത് നിർബന്ധിച്ചിട്ട് അവരെ ചെയ്യിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ഹർത്താൽ. അതുകൊണ്ട് തന്നെ ജനറലി ഹർത്താൽ എന്ന് പറയുന്നത് ലീഗലി പോലെയാണ്. എന്നാൽ അവരെ ഫോഴ്സ്ഫുൾ ആയിട്ട്, അതായത് നിർബന്ധിച്ചിട്ട് പങ്കെടുപ്പിക്കുന്നതാണെങ്കിൽ അത് ബന്ദായി മാറും. അതായത് ബന്ദ് എന്ന് പറയുന്നത് ഇല്ലീഗലാണ് ഇന്ത്യയിൽ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇത് ഹർത്താലാണോ അതോ ബന്ദാണോ എന്നുള്ളൊരു കാര്യം. തലച്ചോറ് പുറത്തേക്ക് കണ്ടിരുന്നോ ഒരു ചെറുപ്പക്കാരന്റെ? ഈ പറഞ്ഞ സർക്കാരും തരുന്നില്ല, ഞങ്ങളും തരുന്നില്ല. നമുക്ക് ജീവിക്കണ്ടേ? നിങ്ങളെ ഹർത്താൽ വെച്ചിട്ട് ഞങ്ങൾ പണി കൊടുക്കണം. നടന്ന് അവനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയാനും അതുപോലെ തന്നെ നീ നടന്നിട്ട് പണിക്ക് പോയാൽ മതി എന്ന് പറയാനുള്ള അധികാരം അവർക്ക് ആരാണ് കൊടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ എന്ത് അധികാരമാണ് അവർക്കുള്ളത്? ആ വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് അവിടെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് നമ്മുടെ ഭരണഘടന തന്നിട്ടുള്ള മൗലിക അവകാശത്തെ, ആ വ്യക്തിയുടെ മൗലിക അവകാശമാണ് അവിടെ ഹനിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അതും കണ്ടിട്ട് നോക്കി നിൽക്കുന്ന പോലീസ്. ഈ വ്യക്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്, സർക്കാരും എനിക്ക് ചെലവിന് തരുന്നില്ല, നിങ്ങളും തരുന്നില്ല, അപ്പൊ എനിക്ക് ജീവിക്കണ്ടേ എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ഒരു ദിവസം പണിക്ക് പോയിട്ടില്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരുപാട് ഫാമിലീസ് ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം. ആ ഒരു കാര്യം കൂടി ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യവും ചെയ്യുന്നത്. ഒരു നോർമൽ മലയാളിയുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഹർത്താൽ എന്ന് പറയുമ്പോൾ സന്തോഷമായി ലീവാണ്, ഇന്ന് വീട്ടിലിരിക്കാം എന്നൊരു കാര്യമാണ്. എന്നാൽ അത് മാറ്റി വെച്ചിട്ട് ഈ വ്യക്തി പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള എമർജൻസിയോ എന്തോ കാര്യമുണ്ട്, അതുകൊണ്ടാണ് ആ വ്യക്തി പണിക്ക് പോകുന്നത്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് ഇവർ നിർത്തിവെക്കല്, തടഞ്ഞു നിർത്തുക? അതിന് ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? ഇതിന് ഹർത്താൽ എന്ന് പറയാൻ പറ്റുമോ? ഈ വിഷ്വൽസും കൂടി കണ്ടു നോക്കൂ. വണ്ടി വിടൂലെന്ന് നിന്നോ? നമ്മൾ സഹിക്കണം, നിങ്ങളെ തല്ലി ഞങ്ങൾ സഹിക്കണം. എന്താ ഇത് നടക്കുവോ? അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദക്ക് പറഞ്ഞപ്പോ പോകുന്നുണ്ടല്ലോ. ആരും ഒന്നും പറഞ്ഞില്ലേ? എന്റെ സംസാരം ശരിയില്ലാത്തോണ്ടാണ് ഇങ്ങനെ പോകുന്നുണ്ട്. ആരും ഒന്നും പറയുന്നില്ല. എല്ലാരോടും ഹർത്താലാണ് സഹകരിക്കണമെന്നേ പറഞ്ഞോളൂ. വലിയ ചലച്ച് അതാണ്. ഒരു വ്യക്തി റോഡിലൂടെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ തടഞ്ഞു നിർത്താനുള്ള അധികാരം ഇവർക്ക് ആരാണ് നൽകിയിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം. ഇനി അങ്ങനെ നിർത്തിക്കുന്നുണ്ടെങ്കിൽ ആ നിർത്തിക്കപ്പെട്ട വ്യക്തി പറയുന്നത് കേൾക്കാനുള്ള ബാധ്യസ്ഥത അവർക്കുണ്ട്. അവർ കേൾക്കണം. അത് മാന്യമായിരുന്നാലും ശരി, മാന്യമല്ലാത്തതായിരുന്നാലും ശരി. കാരണം അവരാണ് വണ്ടി നിർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഇവിടെ മാന്യമല്ലാത്തതുകൊണ്ട് നീ സംസാരിച്ചത് കൊണ്ടാണ് നിന്നെ വിടാത്ത എന്നാണ് പറഞ്ഞുള്ളത്. ഒരു വണ്ടി നിർത്തിക്കുവാണെങ്കിൽ അയാൾ എന്ത് പറയുന്നതോ അത് കേൾക്കാനുള്ള ബാധ്യസ്ഥത അവർക്കുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം ചിന്തിക്കുക. പിന്നെ ഇപ്പൊ നിർത്തിച്ചില്ലേ, ഇതുപോലെ ഏതെങ്കിലും മന്ത്രിയുടെ വണ്ടി നിർത്തിക്കാൻ പറ്റുമോ? ഒരു മന്ത്രിയുടെ വണ്ടി ഇതേപോലെ നിർത്തിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ആ പിറകെ നിൽക്കുന്ന പോലീസുകാർ അതേപോലെ കൈയും കെട്ടി നോക്കി നിൽക്കുമോ? ഇല്ല, നോക്കി നിൽക്കില്ല. അപ്പോൾ ഒരു പൊതുജനത്തിന്റെ, ജനങ്ങളിലെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അതായത് മൗലിക അവകാശത്തെ ഇവിടെ ഹനിച്ചിട്ടും പോലീസ് അവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. എന്തുകൊണ്ട്? അത്രയും വിലയാണോ ഒരു പൊതുജനത്തിന് പോലീസ് നമ്മുടെ നിയമ വ്യവസ്ഥ നൽകുന്നത്? ഇനി കേരളത്തിൽ എന്തോരം ഹർത്താലുകൾ നടത്തിയിട്ടുണ്ട്, അതിൽ എത്ര എണ്ണം വിജയകരമായിട്ടുണ്ട്? അതായത് വിജയകരം എന്ന് പറയുന്നത് 6 മണി മുതൽ 6 മണി വരെ ഹർത്താൽ ആയി എന്നുള്ളൊരു കാര്യമല്ല. ഇതിനെക്കൊണ്ട് റിസൾട്ട് വന്ന എത്ര കാര്യങ്ങളുണ്ട്. ഈ ഒരു വിഷ്വൽസ് മാത്രമല്ല, വേറെയും ഒരുപാട് വിഷ്വൽസ് ഉണ്ട്. നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുന്ന വിഷ്വൽസ് അടക്കം മീഡിയാസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് ന്യൂസസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ട് വെറുതെ സമയം കളയുന്നില്ല. ഇത് ഈ ഒരു ഹർത്താലിനെ മാത്രമല്ല,
ഇത് ഹർത്താൽ എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ബന്ധായിട്ടാണ് ഇതിനെ കണക്കാക്കുക. ഇത് ഹർത്താൽ എന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ ഇത് മാത്രമല്ല, ഞാൻ ജനറലിയാണ് പറയുന്നത്. അതായത് ഏത് ഹർത്താലും ആവട്ടെ, കേരളത്തിൽ ഒരുപാട് ഹർത്താലുകൾ നടക്കുന്നതാണ്. എന്നാൽ ഹർത്താൽ എന്ന് പറയുമ്പോൾ വളണ്ടറി ആയിട്ട് അവരെ സ്വമേധയായിട്ട് ചെയ്യുന്നതാണ് ഹർത്താൽ എന്ന് പറയുന്നത്. അത് മനസ്സിൽ വെക്കുക. ഈ ഹർത്താലിന്റെ പേരിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, പൊതുജനങ്ങൾക്കാണ് പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാതെ ഈ മന്ത്രിമാർക്കൊന്നും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. അവരെ വണ്ടി പോകണമെന്ന് വെച്ചാൽ അവരെ വണ്ടി പോയിരിക്കും. അത് തടസ്സപ്പെടുത്താൻ പറ്റില്ല. തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ ഇതേപോലെ നിൽക്കുകയും ചെയ്യില്ല. അവിടെ വലിയൊരു പ്രശ്നം തന്നെ നടക്കുകയും ചെയ്യും. ഇതിനർത്ഥം ഞാൻ പറയുന്നത് ഹർത്താൽ വേണ്ട എന്നല്ല. ഹർത്താൽ വേണം, ആവശ്യത്തിന് ഹർത്താൽ വേണം. എന്നാൽ ഹർത്താലിന് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അത് പാലിച്ചിട്ട് വേണം ഹർത്താൽ നടത്താൻ വേണ്ടി. അതായത് പീസ്ഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നവരെ നിർബന്ധിപ്പിച്ചിട്ട് പങ്കെടുപ്പിക്കാൻ പാടില്ല. അവരെ സ്വമേധയായി പങ്കെടുക്കേണ്ടതാണ്. അതാണ് ഹർത്താൽ എന്ന് പറയുന്നത്. മറ്റേത് ബന്ദാണ്. ബന്ദ് സുപ്രീം കോടതി അടക്കം ബാൻ ചെയ്ത ഒരു കാര്യമാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബന്ദ് എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, നമ്മുടെ മൗലിക അവകാശത്തെ ഹനിക്കുന്നതാണെങ്കിൽ അതാണ് ബന്ദ് എന്ന് പറയുന്നത്, നിർബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം. അത് ഇവിടെ നടക്കില്ല, ഇന്ത്യയിൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേസമയം ഹർത്താൽ നടത്തുന്നതിന് പ്രശ്നമില്ല, പീസ്ഫുൾ ആണെങ്കിൽ നടത്തുന്നതിന് പ്രശ്നമില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കേസിൽ. അതുകൊണ്ട് തന്നെ ഹർത്താൽ വേണം, എന്നാൽ അത് അതിൻ്റെതായിട്ടുള്ള ചിട്ടാവട്ടത്തിൽ വേണം നടത്താൻ വേണ്ടി. ഈ ഹർത്താലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ല. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.